എസ് ടെക്സ്റ്റിലെ തന്നെ എസ് അതുപോലെ തന്നെ ഞാൻ ഡിറൈവ് ചെയ്യുന്നു. ഒരു അല്പം എളുപ്പ വഴി, തുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുഞ്ഞ് ചേഞ്ച്, അത്രേ ഉള്ളൂ. അതിൽ മൂന്നാമത്തതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് അത് ചോദിക്കുമോ എന്ന് ഇങ്ങനെ മനസ്സിലൊരു തോന്നല്. തേർഡ് വൺ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ തിൻ സർക്കുലർ ഡിസ്ക്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ തിൻ സർക്കുലർ ഡിസ്ക്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് നമ്മളൊരു എന്നാ പറഞ്ഞ റെക്റ്റാങ്കുലറിന്റെ പഠിച്ചായിരുന്നു അല്ലേ? 1 പഠിച്ചു, 2 പഠിച്ചില്ല, ഇപ്പൊ പഠിക്കുന്നത് 3. ഓഡ് നമ്പറാണ് നമ്മൾ പഠിച്ചു പോകണേ, അങ്ങനെ ഓർത്തേക്കണം. അപ്പം ഈവൻ നമ്പർ പഠിക്കണ്ടെന്നല്ല, അങ്ങനെ 5 എണ്ണം വരെ ഉണ്ട്. നിങ്ങളിപ്പോൾ ഞാൻ പ്രൂവ് ചെയ്ത് തന്നത് ഡെറിവേഷൻ ഉൾപ്പെടെ പഠിപ്പിക്കുക, മറ്റതിൻ്റെ അറ്റ്ലീസ്റ്റ് ഇക്വേഷനിലും പഠിക്കണം. സോ വി ക്യാൻ സ്റ്റാർട്ട് നൗ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ അല്ല, എളുപ്പമാണ്. ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സർക്കുലർ ഡിസ്ക്. അപ്പൊ നമുക്കൊരു സർക്കുലർ ഡിസ്ക് കൺസിഡർ ചെയ്യാം. ഇതൊരു സർക്കുലർ ഡിസ്ക്. ഡിസ്കിന്റെ പ്രത്യേകത എന്നാ? അതിനകം ഉണ്ടല്ലേ, റിങ് അല്ല. നമ്മൾ ഡിസ്കസ് ത്രോ എന്ന് പറയല്ലേ, ഡിസ്കസ് ത്രോ. അപ്പൊ നമ്മൾ ആ എറിയുന്ന സാധനത്തിന് ഉള്ളുകൊണ്ട് ഇതുകൊണ്ട് എല്ലായിടവും ഉണ്ട്. അതായത് അതൊരു ഏരിയ ഉണ്ട്, അതിന് πr² എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പം ലെറ്റ് കൺസിഡർ ദിസ് തിൻ സർക്കുലർ ഡിസ്ക്. ഇതിന്റെ സെന്റർ, ലെറ്റ് കൺസിഡർ ഇറ്റ് സെന്റർ ഈസ് O. നമ്മൾ പറയുന്നത് പോലെ കൺസിഡർ ആൻ ആക്സിസ് which passing through the center O, and this center O is called the center of mass. O എന്ന് അപ്പൊ നിങ്ങൾ സെന്റൻസ് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ അതൊക്കെ എഴുതിക്കണം. O is the center of mass. PQ is the perpendicular axis. ഡിസ്കിനെ തുളഞ്ഞു കയറി പോകുന്ന ആക്സിസ്. PQ is the perpendicular axis which passes through this origin O. Any let R is the radius of this sphere, capital R. Capital R is the radius of sphere. അപ്പൊ എനിക്ക് ഇതിനകത്ത് തെളിയിക്കണമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനകത്തൊരു സ്മോൾ പോർഷൻ കൺസിഡർ ചെയ്യണം, എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഞാൻ ഇവിടെ ഒരു സ്മോൾ പോർഷൻ എടുക്കും. ഇവിടുന്ന് ഒരു സ്മോൾ പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും പോർഷൻ, അതിൻ്റെ തിക്നെസ് dx ആണ്. dx തിക്നെസ് ഉള്ള ഒരു സ്മോൾ പോർഷൻ എടുക്കും. ക്യാപിറ്റൽ R ഈസ് ദ റേഡിയസ്. PQ is the axis which is passing through the center of mass. Center of mass is the total mass is concentrated to that point. അങ്ങനെയെങ്കിൽ let sigma is the mass per unit area. അപ്പം സിഗ്മ എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ഏരിയ, ആക്ച്വലി ഡെൻസിറ്റി നമുക്ക് പറയാം. മാസ് ഡിവൈഡഡ് ബൈ ഏരിയ. ഡിസ്കിന്റെ ടോട്ടൽ മാസ് ക്യാപിറ്റൽ M ഈക്വൽ ടു ടോട്ടൽ മാസ്. സോ M ബൈ ഏരിയയുടെ ഇക്വേഷൻ ആവും, ഏരിയയുടെ ഇക്വേഷൻ ആവും πr². വെരി ഗുഡ്, πr². അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. M ഈസ് ഈക്വൽ ടു πr² ഇൻറ്റു സിഗ്മ അല്ലേ? M മാത്രമാക്കി കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. M ഈസ് ഈക്വൽ ടു πr² സിഗ്മ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. സംശയമൊന്നുമില്ലല്ലോ? ഈ കാര്യം
ഇതിന്റെ മൊത്തം മൊമെന്റ് ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ മൊത്തം ഏരിയ നമുക്ക് കൺസിഡർ ചെയ്യണം. പക്ഷെ നമുക്കൊരു ചെറിയ പോർഷൻ എടുത്ത് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം കൺസിഡർ എ സ്മോൾ പോർഷൻ. കൺസിഡർ dx. dx എന്ന് പറഞ്ഞാൽ എന്നാണ്? എ സ്മോൾ പോർഷൻ ഓൺ ദ റിംഗ്. ഓക്കെ, എ സ്മോൾ പോർഷൻ റിംഗ് അല്ല, ഓൺ ദിസ് ഡിസ്ക്. അതിന്റെ റേഡിയസ് എക്സ് എന്ന് ഇരിക്കട്ടെ, ഇങ്ങോട്ടുള്ളത് എക്സ്. അപ്പൊ കുഴപ്പമില്ല, എക്സ് മൊത്തം 6, റേഡിയസ് 6, എക്സിന്റെ അവിടെയുള്ളത് ഡി എക്സ്. അങ്ങനെയെങ്കിൽ അതിന്റെ ഏരിയ എത്രയായിരിക്കും? ഇതൊരു റിങ് പോലെ അല്ലേ, ഏരിയ πr² അല്ലേ, ഇത്രയും മാത്രം, ഇതിനകം മാത്രം. ഇതിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്നായിരിക്കും? ഡി എക്സ് ആണ് അതിന്റെ തിക്നെസ് ഇരിക്കട്ടെ, ഡിസ്ക് അല്ലേ, അപ്പൊ ഇച്ചിരി കട്ടി ഉണ്ടെന്ന് നോക്കുക. ഡി എക്സ് തിക്നെസ് ആണെങ്കിൽ ഇതിന്റെ ഏരിയയുടെ ഇക്വേഷൻ ആയിരിക്കും അഭിലാഷേ? ഏരിയ ഇസ് ഈക്വൽ ടു 2πr ഇൻറ്റു, അതായത് ചുറ്റളവ് ഇൻറ്റു തിക്നെസ്. അപ്പൊ 2πx dx. മനസ്സിലായോ എഴുതിയത്? മനസ്സിലായോ എഴുതിയത്? മനസ്സിലായി സർ. മനസ്സിലായി. അപ്പം ആ ഒരു പോർഷന്റെ മാസം മാത്രം മാസം എങ്ങനെ എഴുതാം? ഇവിടെ നമുക്ക് m is equal to πr² വരെ എന്നാവും? 2πx dx ഇൻറ്റു സിഗ്മ എന്നായി. ശരിയല്ലേ? അപ്പൊ ടോട്ടൽ മാസ് ഏതിന്റെ? ഈ നീല, അതാണ് ഇവിടെ നീല, ഇവിടെ നീല കൊണ്ട് ആ ഡി എക്സ് എന്ന് പറയുന്ന പോർഷന്റെ ഡി എക്സ് ആണ് അതിന്റെ തിക്നെസ്, എക്സ് ആണ് അതിന്റെ റേഡിയസ്. അപ്പൊ നമുക്ക് എം കിട്ടി. എം കിട്ടിക്കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ എന്നാ? സമ്മേഷൻ ഓവർ mr² അല്ലേ. അപ്പൊ m ഇൻറ്റു അവിടം വരെയുള്ള ഡിസ്റ്റൻസ് x², ദാറ്റ്സ് ഈക്വൽ ടു 2πx dx സിഗ്മ ഇൻറ്റു x². ഒരു x² ഉണ്ട്, ഒരു x കൊണ്ട് ഗുണിക്കാം. 2πx² ക്യൂബ് വരും, 2πx³ dx ഇൻറ്റു സിഗ്മ. സിഗ്മാനെ കോൺസ്റ്റന്റ് അകത്തോട്ട് ഇടുന്ന 2π സിഗ്മ x³ dx എന്ന് വരും. That is the moment of inertia about the axis PQ. PQ എന്ന് പറയുന്ന ആക്സിസ് മൂലമുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, നൗ ഇതാണ് ഈ ഡി എക്സ് എന്ന് പറയുന്ന പോർഷന്റെ. അപ്പൊ നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം? ടു ഫൈൻഡ് ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഇന്റഗ്രേറ്റ്. ഇതിനെ മുഴുവൻ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇവിടെ മുതൽ ഇവിടം വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇന്റഗ്രേഷൻ എവിടം വരെയും പോകും? ടോട്ടൽ ഐ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഏറ്റകത്ത് 0 മുതൽ റേഡിയസ് 6 വരെ, പിന്നെ 2π സിഗ്മ x³ dx. ഇത്രയും കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുക്കാം. 2π സിഗ്മ ഇന്റഗ്രൽ 0 ടു r x³ dx. ഇന്റഗ്രേഷൻ അറിയാവോ? പെട്ടെന്ന് പറയാം, അറിയത്തില്ല, ചെയ്തു തരാം. ഇന്റഗ്രൽ ഓഫ് x റേസ് ടു n എന്ന് പറഞ്ഞാൽ x റേസ് ടു n+1/n+1. ഇവിടെ ഇന്റഗ്രൽ ഓഫ് x³ ആണെങ്കിൽ x റേസ് ടു 4/4 എന്നാവും. 3 + 1 n+1, 4/4. അപ്പം അത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2π സിഗ്മ x റേസ് ടു 4/4 ഫ്രം 0 to r അല്ലേ? r റേസ് ടു 4 സിഗ്മ, നോക്കാം ശരിയാണോ? 2π സിഗ്മ ആറിന്റെ വാല്യൂ കൊടുക്കണം, -0യുടെ വാല്യൂ കൊടുക്കണം. 0 കൊടുക്കുമ്പോൾ 0 ആയി പോകും. 2π സിഗ്മ r റേസ് ടു 4/4. രണ്ടും വെട്ടിക്കളഞ്ഞാൽ താഴെ ഒരു 2 വരും. പൈ സിഗ്മ
r⁴/2 ആണ്. ഇനി ഇതിനെ ഞാൻ പൈ r² സിഗ്മ എന്ന് പറഞ്ഞ എടുത്തു. ഒരു r²നെ പൈ r² സിഗ്മ. പക്ഷെ നമ്മൾ ആദ്യം എഴുതിയായിരുന്നു അത് ഇതിന്റെ ടോട്ടൽ മാസാണ്. ആ ഇക്വേഷൻ 1 വരാൻ വേണ്ടി എടുത്താ കേട്ടോ. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി അത്ര എണ്ണത്തിന് ഒരു ടേം ആയിട്ട് എടുത്ത് പൈ എടുത്തു, r² എടുത്തു, സിഗ്മ ഉണ്ട്. അപ്പൊ പിന്നെ ഒരു r² ഉണ്ട്, r²/2 ഉണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ m ആ. സോ I is equal to mr²/2. This is the moment of inertia of a thin circular disc about the axis which passing through the center of the disc or the center of mass which is perpendicular to the plane of disc. mr²/2. I is equal to total mass into total radius square by 2. അത് ചെയ്യാൻ ഇങ്ങനെ എടുത്തു, സ്മോൾ എലമെന്റ് ഏരിയ എടുത്തു, ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ. ഇപ്പൊ ഇങ്ങനെ റേഡിയസ് ഇത്ര മാസ് ഒക്കെ വെച്ച് പ്രോബ്ലം പാർട്ടിലും ചോദിക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പലതിന്റെയും ഇക്വേഷൻ എല്ലാം ഒന്ന് പഠിക്കണം. കഴിഞ്ഞ ദിവസം 4 ക്വസ്റ്റ്യൻ ആണോ ഡിസ്കസ് ചെയ്തേ? അതിപ്പോ ഇത് ക്വസ്റ്റ്യൻ നമ്പർ 5 ആയിട്ട് വരും അല്ലേ? ഇതിങ്ങനെ തന്നെ അല്ലാതെ ഇതിപ്പം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ തിൻ സർക്കുലർ ഡിസ്ക് പെർപെൻഡിക്കുലർ ടു അല്ലേ? വേറെ രീതിയിലും ചോദിക്കാം. അബൌട്ട് ദ ഡയമീറ്റർ. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഇതിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള ഒരു ആക്സിസ് എടുത്താൽ അതിന് എത്രയായിരിക്കും? മനസ്സിലായോ? അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ നമ്പർ 6 ആയിട്ട് അതിന് ചെയ്യാം. സെയിം പടം സെയിം ഫിഗർ മുമ്പേ ചെയ്ത എസ്സയുടെ ബാക്കിയായിട്ട് ചോദിച്ചാൽ ഒരുമിച്ചങ്ങ് ചെയ്താൽ മതി. സെയിം പാട്ട് മതി. അപ്പം നെക്സ്റ്റ് പാർട്ട്, ഫൈൻഡ് ഔട്ട് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ക്വസ്റ്റ്യൻ നമ്പർ 6 എഴുതിക്കോ. ഫൈൻഡ് ഔട്ട് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് തിൻ സർക്കുലർ ഡിസ്ക് അബൌട്ട് ദ ഡയമീറ്റർ. അബൌട്ട് ഡയമീറ്റർ. അപ്പൊ നമ്മളിപ്പം കൺസിഡർ ചെയ്ത നമ്മളുടെ ഡിസ്ക് മുമ്പത്തെ ഡിസ്ക് തന്നെ കേട്ടോ. ഞാനിങ്ങനെ മാറ്റി വരച്ച് പറഞ്ഞു തരാം. അതിന് 2 ഡയമീറ്റർ നമുക്ക് വരയ്ക്കാം അല്ലെ? ഇങ്ങനെ ഒരു ഡയമീറ്റർ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കാം, ഇങ്ങനെ ഒരു ഡയമീറ്റർ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. ഡിസ്ക് ആന്ന് കാണിക്കാനാണ് ചെരിച്ചൊക്കെ വരയ്ക്കുന്നത്. കൃത്യം വട്ടം വരച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വട്ടം തന്നെ വരച്ചു വെച്ച് 6 തുല്യമാണല്ലോ. അപ്പൊ ഞാൻ 2 ഡയമീറ്റർ കൺസിഡർ ചെയ്ത് ഫസ്റ്റ് വൺ AB, സെക്കൻഡ് വൺ CD വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഒറിജിൻ EO. അവിടെ നിന്ന് ഇങ്ങനെ വരച്ചാണ് ഈ CD, അവിടെ നിന്ന് വരച്ചാണ് AB. പക്ഷെ ഇവിടെ പ്രത്യേകം വെച്ചാൽ ഈ P മുകളിലോട്ട് നിൽക്കുക അല്ലെ? PQ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ആർക്ക്? ABക്കും CDക്കും. അങ്ങനെയെങ്കിൽ ഇതും കൂട്ടുന്നതല്ലേ മുകളിലോട്ട് നിൽക്കണേ? അത് Z ആക്സിസ് ആയിട്ട് എടുത്താൽ നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറി അനുസരിച്ച് IZ is equal to IX plus YY. ശരിയല്ലേ അഭിലാഷം? മനസ്സിലായോ? അത് ഇതിനിപ്പോ X ആയിട്ടും പിന്നെ Y ആയിട്ടും എടുത്താൽ ഈ കണ്ടുപിടിച്ചത് ഇതിന്റെ നടുക്ക് തുളഞ്ഞ് പുറത്തോട്ടല്ലേ നിൽക്കണേ? ഹലോ. അപ്പം ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് ഇതേന്ന് തുളഞ്ഞ് പുറത്തോട്ട് നിൽക്കുക. അതെന്ന് പറയുന്നത് IZ is equal to ഇത് രണ്ടും കൂട്ടുന്നതിന് തുല്യമായിരിക്കും. മനസ്സിലായോ? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറി അല്ലായിരുന്നോ ഇത്? ഒരു പെർപെൻഡിക്കുലർ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ മറ്റു രണ്ടെണ്ണത്തിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂട്ടുന്നതായിരിക്കും. അത് മനസ്സിലായോ? ക്ലിയർലി? അപ്പം IAB പ്ലസ് ICD കൂട്ടിയാൽ ഈ വാല്യൂ കിട്ടും. അപ്പം IAB പ്ലസ് ICD ഈക്വൽ ടു mr²/2. ഇതിന്റെ രണ്ടിന്റെയും തുല്യമായിരിക്കും. ഒരേ റേഡിയസ് ഒരേ ഇത്. അപ്പം 2 ടൈംസ് ഓഫ് I അബൌട്ട് ദ ഡയമീറ്ററിനെ എടുക്കാം. എയും ബിയും സിയും ഡിയും ഡയമീറ്റർ ആണ്. ദാറ്റ്സ് ഈസ് ഈക്വൽ ടു mr²/2.
അങ്ങനെയെങ്കിൽ ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു ഇങ്ങോട്ടേ ഗുണിക്കണം mr²/4. വളരെ എളുപ്പമല്ലേ? എല്ലാവരും നോട്ട് എഴുതി എടുക്കണം കേട്ടോ വൃത്തിയായിട്ട്. ഇനി വേറെ പഠിക്കാൻ സമയമൊന്നുമില്ല. കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. നമ്മൾ റൊട്ടേഷനാന്ന് പറഞ്ഞ കാര്യങ്ങളല്ല. അങ്ങനെയെങ്കിൽ ഒരു റൊട്ടേറ്റിംഗ് ബോഡിയുടെ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? ഇതുപോലെ തന്നെ നമ്മളൊരു ഇറഗുലർ മാസ് കൺസിഡർ ചെയ്യും. വേണ്ട, ഒരു ഇറഗുലർ മാസ് കൺസിഡർ ചെയ്തു. അതിനകത്തേക്ക് നമ്മളൊരു ആക്സിസ് കൺസിഡർ ചെയ്യും. With respect to that axis, this is rotating. Let's consider the point on in that rigid body through which that axis is passing. അപ്പൊ അങ്ങനെ എഴുതണം പരീക്ഷയിൽ. കൺസിഡർ ആൻ ആക്സിസ് ഓ, പേജ് നമ്പർ 11 കിടപ്പുണ്ട്. കൺസിഡർ എ ബോഡി വിത്ത് മാസ് എം. അപ്പം അതിൻ്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് എം ആണ്, which is rotating with the uniform angular velocity omega. Omega angular velocity അത് O എന്ന് പറയുന്ന ആക്സിസ് with respect to O, with respect to the axis passing through the point O. നമ്മൾ പറയുകയാണ് ഇനി അത് ഒരുപാട് പാർട്ടിക്കിൾ ഇതിനകത്തുണ്ട്. M1 എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ, M2 എന്ന് പറഞ്ഞ, ഇതിപ്പോ M1 എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ, M2 എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ, M3 എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ, ഇതേ നിന്നുകൊണ്ട് ഇങ്ങനെ കറങ്ങും അല്ലെ? അപ്പൊ M1 ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. M1 എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ ആ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ വെലോസിറ്റി V1. ഇപ്പൊ M2ന്റെ ആണ് V2, M3യുടെ ആണെങ്കിൽ V3. അപ്പം നമുക്കറിയാം ലെറ്റ് M1, M2, M3 are different masses in our rigid body which are rotating with velocity V1, V2, V3, etc. Then consider the first body or first mass. First mass in the kinetic energy equation ആണ് half mv², അല്ലേ? അതിന് പകരം half m1 v1² എഴുതുക. ഇനി വിയും ഒമേഗയും തമ്മിലുള്ള ഇക്വേഷൻ ആണ് v = r ഒമേഗ. പഠിച്ചോണം പരീക്ഷ. v = അത് റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ റേഡിയസ് r, റേഡിയസ് ഒമേഗ ആംഗുലാർ വെലോസിറ്റി, v അതിന്റെ ലീനിയർ വെലോസിറ്റി. So v is the linear velocity, r is the radius, omega is the angular velocity. So first mass ന്റെ half m1 v1² ന് പകരം half m1 r1 v = r ഒമേഗ. ഒരു സ്ക്വയർ വരും, r1² omega 1². മനസ്സിലായോ? ഇത് kinetic energy of the first particle. Then ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എല്ലാ പാർട്ടിക്കിളിന്റെ ഇങ്ങനെ കൂട്ടിയെടുക്കണം. ഹാഫ് m1 r1² omega 1² പ്ലസ് m2 ഹാഫ് m2 r2² omega 2² പ്ലസ് എക്സെട്ര. നമ്മൾ എത്ര പാർട്ടിക്കിൾ എടുക്കുന്നോ അത്രയും. ഇത് മൊത്തത്തിൽ ഒരേ ഇതിലാണ് കറങ്ങണം അല്ലേ? ഈ പാർട്ടിക്കിളിന്റെ ഒമേഗ തന്നെയായിരിക്കും ഇതിന്റെ ഒമേഗ. സോ omega1 = omega2 = etc. that is equal to omega എന്ന് എടുക്കും. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? ഹാഫ് m1 r1² omega² പ്ലസ്
ഹാഫ് m2 r2 സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് ഹാഫ് m3 r3 സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഹാഫ് ഒമേഗ സ്ക്വയർ ഒരു കോൺസ്റ്റന്റ് എല്ലാത്തിലും ഉണ്ട്. ഇൻറ്റു m1 r1 സ്ക്വയർ പ്ലസ് m2 r2 സ്ക്വയർ പ്ലസ് m3 r3 സ്ക്വയർ പ്ലസ് എക്സെട്ര. ഈ സമ്മേഷൻ ഓവർ എം ആർ സ്ക്വയർ അല്ലെ ഈ സാധനം. Therefore, that is equal to half omega square into summation over എത്ര പാർട്ടിക്കിൾ ഉണ്ടോ അപ്പം 1 മുതൽ 5 വരെയാണ് i equal to 1 to 5 അല്ലെ n ആണ് i equal to 1 to n mi ri സ്ക്വയർ എഴുതാം. ഇതിൽ ഈ സാധനം എന്നാണ്? ഇതന്നെയാണ് ഈ സാധനം സമ്മേഷൻ ഓവർ എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സം. അതെന്നാ നമ്മൾ പഠിച്ച സമ്മേഷൻ ഓവർ എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ അതെന്നാ സാധനം? ഐ. വെരി ഗുഡ്. അപ്പൊ എന്തായി? ദിസ് ഈസ് ക്യാപിറ്റൽ ഐ. സോ അവർ ദ ഫൈനൽ എക്സ്പ്രഷൻ ഫോർ ദ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഒമേഗ സ്ക്വയർ ഐ ഓർ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. So this is the expression for kinetic energy for rotation. Kinetic energy is equal to half I omega r square. Linear motion ആണ് kinetic energy is equal to half mv square. അപ്പൊ എമ്മിന് വരെ ഐയും വിക്ക് വരെ ഒമേഗയും വരും എന്ന് പറഞ്ഞു. ഹാഫ് ഐ ഒമേഗ സ്ക്വയർ, ഇവിടെ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. എളുപ്പമല്ലേ ഇത് പഠിക്കാൻ? എളുപ്പമല്ലേ ഈ സാധനം? Kinetic energy is equal to half I omega square. Derive ചെയ്തെടുത്തോളൂ, സ്ക്രീൻഷോട്ട് എടുത്തോളൂ.